വാർത്തകൾ വിശദമായി നോക്കാം. അബുദാബിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വൻ വരവേൽപ്പ്. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കിയ മലയാളോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളെത്തി. UAE സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളവും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ നേട്ടത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമാണ് കേരളം. അതിദാരിദ്ര്യർ ഇല്ലാത്ത നാടായി കേരളത്തെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമെന്നും സമാധാനപൂർണമായ ലോകത്തിനായി കൈകോർക്കുമെന്നും ഷെയ്ഖ് നഹ്യാൻ പറഞ്ഞു. നാളെ മുഖ്യമന്ത്രി അബുദാബി കിരീടാവകാശിയെ കാണും. I also commend what the Honorable Chief Minister has called the Kerala story. The successful eradication of extreme poverty in your state, sir. This is a remarkable achievement and a model for others to follow. Kerala continues to move forward with important initiatives that improve the quality of life for its people. ബഹുമാന്യനായ ക്രൗൺ പ്രിൻസിനെയും ഞങ്ങൾ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ കേരളവുമായുള്ള UAEയുടെ ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാടിന് ഏറ്റവും പരിചിതമായ രാജ്യമാണ് UAE. കേരളത്തിലെ മിക്കവാറും കുടുംബങ്ങളിൽ UAEയുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം കാണും. അതിൻ്റേതായ പ്രത്യേകത നമ്മുടെ നാടും UAEയും തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ മുഖ്യമന്ത്രി ഏതൊക്കെ പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്? വിപുലമായ സ്വീകരണമാണോ അദ്ദേഹത്തിന് അവിടെയുള്ള പ്രവാസികൾ ഒരുക്കിയത്? ദിവ്യ, വലിയൊരു സ്വീകരണമാണ് അബുദാബിയിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. ഇവിടെ കേരള സോഷ്യൽ സെന്ററും മറ്റ് സംഘടനകളും ചേർന്നിരിക്കുന്ന മലയാളോത്സവത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് UAEയുടെ സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനാണ്. അദ്ദേഹം കേരളമുണ്ടാക്കിയ നേട്ടങ്ങൾ, മലയാളികളുണ്ടാക്കിയ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഈ സംസ്ഥാനം ഇപ്പോൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം കൂടി ആയി മാറിയത് മറ്റുള്ളവർക്ക് അനുകരണീയമായ ഒരു മാതൃകയാണെന്നാണ് മന്ത്രി പ്രസംഗിച്ചത്. UAE മന്ത്രിക്ക് ശേഷം മന്ത്രി സജി ചെറിയാനും നോർക്ക വൈസ് ചെയർമാൻ കൂടിയായ MA യൂസഫലിയും അതേപോലെ UAEയിലെ പുതിയ അംബാസിഡർ ദീപക് മിത്തലുമൊക്കെ സംസാരിച്ചു. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രഭാഷണം തുടരുകയാണ്. അദ്ദേഹം എടുത്തു പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിനുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. നവോത്ഥാനത്തിന് ശേഷം വലിയ മുന്നേറ്റം കേരളത്തിനുണ്ടാക്കിയെങ്കിലും പിന്നീട് ആരോഗ്യ മേഖലയിലും, പേരുകേട്ട ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വരെ കേരളത്തിന് തിരിച്ചടികളുണ്ടായി. പലതും നടക്കില്ല എന്ന് തോന്നിയ പദ്ധതികൾ നടപ്പാക്കിയ ഒരു കാലമാണ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രത്യേകിച്ച് ഹൈവേയുടെ കാര്യത്തിൽ, അതേപോലെ തന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ, ഗ്യാസിൻ്റെ കാര്യത്തിലെല്ലാം നടക്കില്ല എന്ന് പലരും
കരുതിയ പദ്ധതികൾ നടപ്പാക്കാൻ തന്റെ ഭരണകാലത്ത് കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ MA യൂസഫ് അലി എവിടെ തിരിഞ്ഞു നോക്കിയാലും പൂത്ത മരങ്ങൾ മാത്രമുള്ള കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും കിഫ്ബി വഴി നടപ്പാക്കിയ പദ്ധതികളാണ് ഉള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. മുഖ്യമന്ത്രിയുടെ പര്യടനം നാളെയും അബുദാബിയിൽ തുടരും. മുഖ്യമന്ത്രി നാളെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ നഹിയാനെ സന്ദർശിക്കുന്നുണ്ട്. ദിവ്യ, ഈ വർഷം ഇന്ത്യയിൽ നിന്ന് 1,75,025 പേർക്ക് ഹജ്ജിന് അവസരം ലഭിക്കും. സൗദിയുമായുള്ള ഹജ്ജ് കരാറിൽ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവാണ് കരാർ ഒപ്പുവെച്ചത്. സൗദി ഹജ്ജ് ഉംറ മന്ത്രി കരാർ കൈമാറി. ജിദ്ദയിൽ ഹജ്ജ് ഉംറ എക്സ്പോയ്ക്കിടെയായിരുന്നു കരാർ ഒപ്പിടൽ. ഇതോടെ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാകും. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. അഫ്താബ്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എത്ര കൂടുതൽ ആളുകൾക്ക് ഇപ്രാവശ്യം ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള അവസരം ലഭിക്കുന്നു? കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ് സൗദിയും ഇന്ത്യയും തമ്മിൽ. ഇനി അങ്ങോട്ട് നടപടിക്രമങ്ങൾ വേഗത്തിലാകില്ലേ? കേന്ദ്ര പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും സൗദി അറേബ്യയുടെ ഹജ്ജ് ഉംറ മന്ത്രി തൗഫീഖ് അൽ റബിയയും ചേർന്നാണ് ഇന്ന് ഹജ്ജ് ഈ പുതിയ വർഷത്തേക്കുള്ള ഹജ്ജ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. 1,75,025 പേർക്ക്, ഏതാണ്ട് കഴിഞ്ഞ വർഷത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും ഹജ്ജ് കോട്ട ഇന്ത്യക്ക് അനുവദിച്ചിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഏഷ്യൻ രാജ്യങ്ങൾക്ക്, ഇന്ത്യ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെല്ലാം അനുവദിക്കുന്നതിന് സമാനമായ കോട്ട ഇത്തവണയും അതേ രീതിയിൽ തന്നെ തുടരും. ഹജ്ജിലേക്കുള്ള ഒരുക്കങ്ങൾ കൂടി കേന്ദ്ര വിദേശകാര്യ മന്ത്രി ഇന്ന് അവലോകനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഹജ്ജ് മിഷനുമായി, അതായത് എംബസിയും കോൺസുലേറ്റും അടക്കമുള്ള സൗദി അറേബ്യയിലെ ഇന്ത്യൻ ഹജ്ജ് മിഷനുമായി ചേർന്നുകൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം അവലോകനം ചെയ്യുകയും ഹജ്ജുമായി ബന്ധപ്പെട്ട ഇന്ത്യക്കാർ ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം സ്വകാര്യ ഗ്രൂപ്പിലെത്തിയ നിരവധി ഹാജിമാർക്ക് അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിരവധി പേർക്ക് ഇത്തവണയും അവസരം നഷ്ടമാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സ്വകാര്യ ഗ്രൂപ്പുകളുടെ ഹജ്ജ് ആപ്ലിക്കേഷനും മറ്റുമെല്ലാം തന്നെ നേരത്തെ തന്നെ പ്രോസസ്സ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വർഷം അവസരം നഷ്ടമായവർക്ക് ഇത്തവണ അതത് ഏജൻസികൾ വഴി തന്നെ രണ്ടാമതും അവസരമൊരുക്കുമെന്നുള്ള പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മുൻ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇത്തവണ കൂടുതൽ ആരോഗ്യത്തോടെ എത്തുന്ന ഹാജിമാർക്കുള്ള ഹജ്ജിനാണ് അവസരമൊരുങ്ങുന്നത്. ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ സമ്പത്തും ആരോഗ്യമുള്ളവർക്ക് നിർബന്ധമായിട്ടുള്ള കർമ്മമാണ്. പക്ഷേ സാധാരണ രീതിയിൽ ഇന്ത്യയിൽ നിന്നടക്കം ഏറെ പ്രായമേറിയ ഹാജിമാരാണ് ഹജ്ജിനായി എത്താറുള്ളത്. അതിൽ തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഗുരുതര ആരോഗ്യ പ്രയാസമുള്ളവർ, ഇത്തരത്തിലുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഓക്സിജൻ സപ്പോർട്ടോട് കൂടിയൊക്കെ നടക്കേണ്ടവർക്ക്, പ്രത്യേകിച്ച് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നുള്ള ആരോഗ്യസ്ഥിതിയുള്ളവർക്ക് ഇത്തവണ ഹജ്ജിന് അവസരം നൽകേണ്ടതില്ല എന്നുള്ളത് നേരത്തെ ഹജ്ജ് ഉംറ മന്ത്രാലയം സൗദി അറേബ്യയിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് ഓരോ വർഷവും ഹജ്ജിലേക്ക് എത്തുന്ന ആളുകൾ, പ്രത്യേകിച്ച് ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ, ഇതെല്ലാം തടയുന്നതിന് കൂടിയാണ്, അല്ലെങ്കിൽ അത്തരം അസുഖങ്ങളിലേക്ക് ഇത്തരം പ്രായമേറിയ ആളുകൾ പെട്ടെന്ന് പോകാതിരിക്കാൻ കൂടി വേണ്ടിയാണ് കൂടുതൽ ആരോഗ്യമുള്ളവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അന്തരീക്ഷത്തിൽ ഹജ്ജിനായി ഇത്തവണ അവസരമൊരുങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ഹാജിമാർക്ക് കൂടുതൽ സുഗമമായ കർമ്മങ്ങൾ പൂർത്തിയാക്കുവാനും ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാനുമുള്ള അവസരമായിരിക്കും ഇത്തവണ ഉണ്ടാവുക. ആ തരത്തിലാണ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രിയും സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യക്കാർക്കായി ഒരുക്കുന്ന സൗകര്യങ്ങൾ, താമസ പാർപ്പിട സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ അവലോകനം ചെയ്യുകയും ഹജ്ജിലേക്ക് വേണ്ടമായ മുന്നൊരുക്കം നൽകുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ വർഷം മെയ് മാസത്തോടു കൂടിയായിരിക്കും ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് തുടക്കമാവുക. മുൻ വർഷങ്ങളിൽ വ്യത്യസ്തമായി ഓരോ വർഷവും കാലാവസ്ഥ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക്, അതായത് കനത്ത ചൂടിൽ നിന്നും ചൂട് കുറയുന്ന പതിയെ പതിയെ തണുപ്പിലേക്ക് എത്തുന്ന തരത്തിലായിരിക്കും ഹജ്ജ് കർമ്മങ്ങൾ നടക്കുക. വരുന്ന 15 വർഷം ഏതാണ്ട് കനത്ത ചൂടില്ലാത്ത മെച്ചപ്പെട്ട അന്തരീക്ഷത്തിലായിരിക്കും ഹജ്ജ് നടക്കുക എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. ആ നിലക്കെല്ലാം തന്നെ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം സൗദിയും ഇന്ത്യയും തമ്മിലുള്ള ഹജ്ജ് കരാറുകൾ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് അഫ്താബ് റഹ്മാൻ നൽകിയത്. വെടിനിർത്താതെ ഇസ്രായേൽ. രണ്ടായിരത്തി 14 മുതൽ ഹമാസ് പിടിച്ചുവെച്ച ഇസ്രായേൽ സൈനികന്റെ മൃതദേഹം കൈമാറിയതിന് പകരമായി 15 ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടു നൽകി.
മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്കായി ഇസ്രായേലിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിനിടെ ഗസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുകയാണ്. ഇന്ന് ആക്രമണത്തിൽ ഖാൻ യൂനിസിൽ കുഞ്ഞടക്കം 2 പേരാണ് കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിലെ തൂബയിൽ ഒരു ഫലസ്തീനിയും സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗസയിൽ വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ അത് ലംഘിക്കുന്നത് തുടരുകയാണ്. ഇന്നിപ്പോഴുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമെന്ന് പറയുന്നത് 2014 ഇസ്രായേലുമായി ഉണ്ടായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു ഇസ്രായേലി സൈനികന്റെ മൃതദേഹം ഹമാസ് ഇന്ന് കൈമാറിയിട്ടുണ്ട്. ഹദാർ ഗോൾഡിൻ എന്ന അദ്ദേഹത്തിന്റെ പേര്, കൊല്ലപ്പെട്ട സൈനികന്റെ പേര്. അദ്ദേഹത്തിന് 23 വയസ്സായിരുന്നു. 2014 ഉണ്ടായ ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടായ യുദ്ധത്തിനൊടുവിലാണ് ഇവരുടെ മൃതദേഹം ഹമാസ് പിടിച്ചു വെച്ചിരുന്നത്. അത് സാധാരണ ഗസ ഫലസ്തീനികളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലെ ഒരു യുദ്ധതന്ത്രം കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം വിട്ടുകൊടുത്തതിന് പകരമായിക്കൊണ്ട് ഇസ്രായേൽ നേരത്തെ പിടിച്ചുവെച്ച 15 ഫലസ്തീനികളുടെ മൃതദേഹം ഇന്ന് ഇസ്രായേൽ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്നുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 20 പേരെ ജീവനോടെ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. അതായത് ബന്ദികളെ കൈമാറിയിട്ടുണ്ട്. 23 പേരുടെ മൃതദേഹങ്ങളും അവർ കൈമാറിയിട്ടുണ്ട്. ഈ 23 പേരും കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ തന്നെ ആക്രമണത്തിലാണ് എന്നുള്ളതാണ് ഹമാസ് അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് 2000-ഓളം ആളുകളെയാണ് ഫലസ്തീനികളായ 2000-ഓളം ആളുകളെയാണ് ഇസ്രായേൽ വിട്ടയച്ചതെങ്കിൽ ഇപ്പോഴും ഏതാണ്ട് 10,000-ലധികം ഫലസ്തീനികൾ ഇസ്രായേലി തടവറയിൽ കഴിയുന്നുള്ള ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ ആരംഭിച്ച ശേഷം ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് 241 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതായത് ഫലസ്തീനികളാണ്, ഗസക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല 528 പേരുടെ മൃതദേഹങ്ങൾ ഈ വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വെടിനിർത്തൽ ആരംഭിച്ചെങ്കിലും പല ഭാഗത്തായി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഈ വെടിനിർത്തൽ ലംഘനം തുടരുകയാണ്. സമാനമായ രീതിയിൽ നേരത്തെ ഹമാസ് അവരുമായി ഇസ്രായേലുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ, മധ്യസ്ഥർ വഴി ഉറപ്പ് നൽകിയ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ മൃതദേഹം കൈമാറുന്ന പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ജാഗ്രതയിലാണ് US ഉൾപ്പെടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളുടെ എല്ലാം തന്നെ ശ്രമം ആ നിലക്കാണ് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏതെങ്കിലും കാരണവശാൽ തുർക്കി അതിർത്തിയിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് നേരത്തെ തുർക്കി പറഞ്ഞിരുന്നു. ഇതൊരു ധീരമായ തീരുമാനമായിട്ടാണ് ഹമാസ് ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം തന്നെ ഒരു PR സ്റ്റണ്ട് എന്ന നിലക്കാണ് ഇസ്രായേൽ ഇതിനെ വിലയിരുത്തുകയും ഒപ്പം തന്നെ തള്ളിക്കളയുകയും ചെയ്യുന്നത്. ഏതായിരുന്നാലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള വെടിനിർത്തലിന് ശേഷമുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റമില്ല. ഇപ്പോഴും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസക്കാരായ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. നാളെ ഗസയുടെ ഇസ്രായേൽ നിയന്ത്രണമുള്ള ഗസയിലെ പ്രദേശങ്ങളുണ്ട്, അവിടെ മിലിറ്ററി ഡ്രിൽ നടത്തുമെന്ന് ഇസ്രായേൽ സൈനിക വിഭാഗം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള വെടിനിർത്തൽ ലംഘനങ്ങളാണ് ഇസ്രായേൽ തുടരുന്നത്. പക്ഷേ അതിനിടയിലും ഹമാസ് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്ന മുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് അഫ്താബ് റഹ്മാൻ നൽകിയത്. ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഫലസ്തീനെ ചേർത്തുപിടിച്ച് സൗദി അറേബ്യ. ഫലസ്തീനുള്ള സഹായ വിതരണം തുടരുന്നതായി കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്റർ അറിയിച്ചു. ഇതുവരെയായി 72 ദുരിതാശ്വാസ വിമാനങ്ങളും 8 ദുരിതാശ്വാസ കപ്പലുകളും സൗദിയിൽ നിന്ന് ഫലസ്തീനിലേക്ക് എത്തി. 7600 ടണ്ണിലധികം ഭക്ഷണം, മരുന്ന്, ഷെൽട്ടർ വസ്തുക്കൾ എന്നിവയും 20 ആംബുലൻസുകളും നൽകിയതായും സെന്റർ വ്യക്തമാക്കി. സംയോജിത വ്യോമ, കടൽ, കരമാർഗങ്ങളിലൂടെയാണ് സഹായം എത്തിക്കുന്നത്. ഒമാനിലെ റെസിഡൻസ് കാർഡിന്റെ കാലാവധി 10 വർഷമായി നീട്ടുന്നു. ഡയറക്ടർ ജനറൽ നിർണയിക്കുന്ന വിഭാഗങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ച് റെസിഡൻസ് കാർഡിന്റെ സാധുത 10 വർഷം വരെയാകും. പുതുക്കൽ ഫീസ് 5 റിയാലും കേടുപാടുകൾ സംഭവിച്ചാൽ പകരം കാർഡിന് 20 റിയാൽ ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ഒമാനിൽ പ്രവാസി റെസിഡൻസ് കാർഡുകളുടെ കാലാവധി 10 വർഷമായി നീട്ടുന്നു. സിവിൽ സ്റ്റാറ്റസ് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ട് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് കസ്റ്റംസ് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഡയറക്ടർ ജനറൽ നിർണ്ണയിക്കുന്ന വിഭാഗങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ച് റെസിഡൻസ് കാർഡിൻ്റെ സാധുത 10 വർഷം വരെയാകാമെന്നും കാർഡുടമ അതിൻ്റെ കാലഹരണ തീയതി മുതൽ
30 ദിവസത്തിനുള്ളിൽ പുതുക്കണമെന്നും പറയുന്നുണ്ട്. റെസിഡൻസ് കാർഡിൻ്റെ 10 വർഷം വരെയുള്ള കാലയളവിലേക്ക് ഓരോ വർഷത്തിനും 5 റിയാൽ വീതം ഈടാക്കും. കേടുപാടുകൾ സംഭവിച്ചാൽ പകരം കാർഡിന് 20 റിയാൽ ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത റോയൽമാൻ പോലീസ് വരും ദിവസങ്ങളിൽ നൽകിയേക്കും. അതേസമയം ഒമാനി ദേശീയ തിരിച്ചൽ കാർഡിന് മാറ്റമില്ല. 10 വർഷത്തെ സാധുതയും 10 റിയാൽ ഇഷ്യൂ ഫീസും നിലനിർത്തിയിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്. കുവൈറ്റിലെ സർക്കാർ പ്രോജക്ട് വിസകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് നിയന്ത്രണങ്ങളോടെ സ്വകാര്യ മേഖലയിലേക്ക് മാറാൻ അനുവാദം നൽകുന്ന ചട്ടം കഴിഞ്ഞ വർഷം നവംബറിലാണ് പുറത്തിറങ്ങിയത്. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശപ്രകാരം പ്രോജക്ട് ഔദ്യോഗികമായി പൂർത്തിയായാൽ നിബന്ധനകൾക്ക് വിധേയമായി വിസ മാറ്റം സാധ്യമാണ്. ആ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ നമുക്ക് വീണ്ടും പരിശോധിക്കാം. നജ്മ മജീദ് വിശദീകരിക്കും. ദിവ്യ, GCC കൺട്രീസിൽ നിന്ന് നിരന്തരം നമ്മൾ നിത്യേന കാണുന്നതാണ് പല വാർത്തകളും, പല നടപടികൾ, പല നിർദ്ദേശങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് കുവൈത്തിലെ സർക്കാർ വിസ മാറ്റത്തെക്കുറിച്ചാണ്. പല നിർദ്ദേശങ്ങളുണ്ട്, പല പ്രക്രിയകളിലൂടെയൊക്കെ അതിനുവേണ്ടി നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. കുവൈത്തിൽ സർക്കാർ വിസ മാറ്റത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നിബന്ധനകൾ എന്താണെന്നുള്ളതാണ്. പ്രോജക്റ്റ് ഔദ്യോഗികമായി പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ആദ്യപടി എന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റ് ഔദ്യോഗികമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഏതെങ്കിലും കരാർ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ ആ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിസ മാറ്റത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതാണ് ആദ്യത്തെ ഒരു നിബന്ധന എന്ന് പറയുന്നത്. രണ്ടാമതായി, സർക്കാർ സ്ഥാപനത്തിന്റെ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് നൽകണം. നമ്മൾ പ്രോജക്റ്റ് പൂർത്തിയാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് പൂർത്തിയാക്കി എന്നുള്ള സർക്കാരിന്റെ തന്നെ സർട്ടിഫിക്കറ്റ് കൂടെ ലഭ്യമാകേണ്ടതുണ്ട്. മൂന്നാമതായി, കരാർ അവസാനിച്ചെന്നും തൊഴിലാളികൾ ഇനി ആവശ്യമില്ല എന്നുള്ളതാണ് ആ രേഖ. നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ, സർക്കാരിൻ്റെ ഏത് സ്ഥാപനത്തിലാണോ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നത്, അത് നമ്മൾ പൂർത്തീകരിച്ചു, ഇനി നമ്മളെ അല്ലെങ്കിൽ ആ തൊഴിലാളിയായ നമ്മളെ ഇനി ആ സ്ഥാപനത്തിന് ആവശ്യമില്ല എന്നുള്ള രേഖ കൂടി വിസ മാറ്റത്തിനായിട്ട് നമുക്ക് വേണ്ടതുണ്ട്. നാലാമതായി, നിയമം ലഭിച്ച് 1 വർഷം പിന്നിട്ടിരിക്കണം എന്നുള്ളതാണ്. നിയമനം ലഭിച്ച്, അതായത് നമ്മൾ ആ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ജോലിയിൽ പ്രവേശിച്ച് നമുക്ക് നിയമനം ലഭ്യമായിട്ട് 1 വർഷം പിന്നിട്ടാൽ മാത്രമേ നമുക്ക് വിസ മാറ്റത്തിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, നിലവിൽ തൊഴിലുടമയുടെ അംഗീകാരം നിർബന്ധമാണ്. ആരാണോ നമ്മുടെ തൊഴിലുടമ അവരുടെ അംഗീകാരം നമുക്ക് വിസ മാറ്റത്തിന് അനിവാര്യമാണ് എന്നുള്ളതാണ്. അവരുടെ അനുവാദമില്ലാതെ നമുക്ക് മറ്റൊന്നിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല എന്നുണ്ട്. മറ്റൊന്ന്, ട്രാൻസ്ഫറിന് 350 KD ഫീസ്, അതായത് കുവൈറ്റ് ദിനാറാണ് ഫീസായിട്ട് വരുന്നത്. നിലവിലെ സ്ഥാപനത്തിൽ നിന്ന് പ്രോജക്റ്റ് പൂർത്തീകരണ കത്ത് നേടുകയും വേണം. രേഖ വേണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രോജക്റ്റ് പൂർത്തീകരിച്ചു എന്നുള്ള രേഖ വേണം. തൊഴിലുടമയുടെ അനുമതി വേണം. മറ്റൊന്ന്, പ്രോജക്റ്റ് പൂർത്തീകരണ കത്ത് കൂടെ നേടിയെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിസ മാറ്റത്തിലേക്ക് കടക്കാനാകൂ. മറ്റൊന്ന്, ആവശ്യമായ രേഖകളോടെ പാമിലേക്ക് ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് പാം എന്നുള്ളൊരു സംശയം ഉണ്ടാകാം. പാം എന്ന് പറയുന്നത് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ എന്നുള്ളതാണ്. കുവൈറ്റിലെ ആളുകൾക്കൊക്കെ വളരെ ഫെമിലിയർ ആവാൻ സാധ്യതയുണ്ട്. അതിലേക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മുടെ വിസ മാറ്റത്തിന് വേണ്ടിയിട്ട്. ഇനി അപേക്ഷ സമർപ്പിച്ചാൽ അടുത്തതായി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അടുത്തതായി, അപേക്ഷ നിരസിച്ചാൽ, പാമിൽ നമ്മൾ അപേക്ഷിക്കുകയും ആ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പാമിലെ ലേബർ റിലേഷൻസ് അല്ലെങ്കിൽ ജവാസത്ത് വിഭാഗത്തിൽ പരാതി നൽകുക എന്നുള്ളതാണ്. ജവാസത്ത് എന്നുള്ളത് പ്രവാസികൾക്കൊക്കെ സുപരിചിതമാണ്. വിസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ജവാസത്തിനെയാണ് സമീപിക്കേണ്ടത്. അവിടെ പരാതി നൽകാം എന്നുള്ളതാണ്. നമ്മുടെ അപേക്ഷ നിരസിച്ചു എന്നുള്ള പരാതി ജവാസത്തിൽ പരാതി നൽകാം എന്നുള്ളതാണ്. അതിനുശേഷം വിസ മാറ്റം സർക്കാർ കരാറോ പ്രോജക്റ്റോ അവസാനിച്ചാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്കുള്ള നിർദ്ദേശങ്ങളാണത്. അപ്പോൾ ആ കരാർ അവസാനിച്ചാൽ മാത്രമാണ് ഇതിലേക്കൊക്കെ നമുക്ക് കടക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. ഇനി അടുത്തത്, സ്കിൽസ് തൊഴിലാളികളെ തൊഴിൽ വിപണിയിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഈ വിസ മാറ്റത്തിലൂടെ കുവൈറ്റ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം സർക്കാർ കരാർ അടിസ്ഥാനത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ്. അവർക്ക് ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ജോലിയിൽ മാറാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. ദിവ്യ. നജ്മ. യെസ്, സർക്കാർ വിസ മാറ്റത്തെക്കുറിച്ചായിരുന്നു നജ്മ വിശദീകരിച്ചത്. ഇനി മറ്റു വാർത്തകളിലേക്ക് കിടക്കാം. സൈബർ സെക്യൂരിറ്റി കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് 50,000 റിയാൽ പാരിതോഷികം പ്രഖ്യാപിച്ച സൗദി. ഇതിനായുള്ള 3-അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. സൗദി നാഷണൽ സൈബർ സെക്യൂരിറ്റി മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് പ്രോത്സാഹന പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചത്. കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് 50,000 റിയാൽ വരെയോ ചുമത്തുന്ന പിഴയുടെ 1% പാരിതോഷികമായി ലഭിക്കും. ഇതിനായുള്ള 3-അംഗ കമ്മിറ്റിക്ക് മന്ത്രാലയം രൂപം നൽകി.
റിപ്പോർട്ടുകൾ വിലയിരുത്തുക, പാരിതോഷികം നൽകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക, പാരിതോഷിക തുക നിർണ്ണയിക്കുക തുടങ്ങിയവയാണ് കമ്മിറ്റിയുടെ ചുമതലകൾ. അനുമതിയില്ലാതെ സൈബർ സെക്യൂരിറ്റി പ്രവർത്തനങ്ങൾ നടത്തൽ, സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട നയങ്ങൾ, മാനദണ്ഡങ്ങൾ, നിയന്ത്രണങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ പാലിക്കാതിരിക്കൽ, അതോറിറ്റി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാതിരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യൽ, അനുമതിയില്ലാതെ സൈബർ സെക്യൂരിറ്റി ഉപകരണങ്ങൾ, സേവനങ്ങൾ എന്നിവ കൈവശം വെക്കുക, വിൽക്കുക, ഇറക്കുമതി അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുക, മന്ത്രാലയത്തിന്റെ ജോലിയിൽ തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയവയാണ് പ്രധാന സൈബർ സെക്യൂരിറ്റി കുറ്റകൃത്യങ്ങളായി കണക്കാക്കുക. നിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാന്റെ 55ാം ദേശീയ ദിനാഘോഷങ്ങൾക്കായി നാടും നഗരവും ഒരുങ്ങുന്നു. നഗരങ്ങളിൽ ദേശീയ പതാകകൾ സ്ഥാപിച്ചു തുടങ്ങി. നവംബർ 20-നാണ് ഒമാന്റെ ദേശീയ ദിനം. 26, 27 തീയതികളിൽ രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുൽത്താനേറ്റ് ഓഫ് ഒമാന്റെ 55ാം ദേശീയ ദിനാഘോഷങ്ങൾക്ക് നാടും നഗരവും ഒരുങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ നിരത്തുകൾ മൂവർണ്ണത്തിൽ നിറയും. വിവിധ മന്ത്രാലയങ്ങളുടെ സമീപത്തും അവിടേക്കുള്ള പാതകളിലുമാണ് കൂടുതൽ അലങ്കാര പ്രവൃത്തികൾ നടക്കുക. എന്നാൽ അലങ്കാര വസ്തുക്കളിൽ ദേശീയ ചിഹ്നങ്ങളും മറ്റും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നതിന് മന്ത്രാലയം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം വസ്തുക്കളുടെ വിൽപ്പനയ്ക്കും നിയന്ത്രണമുണ്ട്. അനുമതിയില്ലാതെ ഉൽപ്പന്നങ്ങൾ കടകളിൽ വിൽപ്പനയ്ക്ക് വെച്ചാൽ നടപടി സ്വീകരിക്കും. സ്വകാര്യ വാഹനങ്ങളിൽ വ്യത്യസ്തവും ആകർഷകമായ രീതിയിൽ അലങ്കരിക്കുന്നവരുമുണ്ട്. ഇതിന് റോയൽമാൻ പോലീസ് അനുമതി നൽകുകയും മാനദണ്ഡങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്ത് നവംബർ 26, 27 തീയതികളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാരാന്ത്യ അവധി ദിനങ്ങൾ കൂട്ടിയാൽ തുടർച്ചയായി 4 ദിവസം അവധി ലഭിക്കും. നവംബർ 30-ന് ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. അതേസമയം ദേശീയ ദിന അവധി ദിവസങ്ങളിൽ ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയമിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ തൊഴിലുടമയ്ക്ക് ഇതിന് അനുവാദമുണ്ട്. തൊഴിലാളിക്ക് നഷ്ടപരിഹാരവും നൽകണം. മീഡിയ 1, മസ്കത്ത്. ഈ വർഷത്തെ ഖത്തർ ദേശീയ ദിനാഘോഷത്തിന്റെ മുദ്രാവാക്യം പുറത്തിറക്കി. നിങ്ങളാൽ ഉയർച്ച, നിങ്ങളിൽ പ്രതീക്ഷ എന്നതാണ് മുദ്രാവാക്യം. 2016-ൽ ഖത്തർ യൂണിവേഴ്സിറ്റി സന്ദർശനത്തിനിടെ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനി നടത്തിയ പ്രസംഗത്തിൽ ഈ വാക്കുകളുണ്ടായിരുന്നു. ഡിസംബർ 18-നാണ് ഖത്തർ ദേശീയ ദിനാഘോഷം. അണ്ടർ 17 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ മൊറോക്കോയ്ക്കും അർജന്റീനയ്ക്കും ഊറ്റൻ ജയം. മൊറോക്കോ ന്യൂ കലഡോണിയയെയും അർജന്റീന ഫിജിയെയുമാണ് തോൽപ്പിച്ചത്. കരുത്തരായ പോർച്ചുഗലിനെ ജപ്പാൻ അട്ടിമറിച്ചു. ഖത്തർ ഇറ്റലി മത്സരം സമനിലയിലായി. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തിലെ ടീമുകളുടെ ജയം? അണ്ടർ 17 വേൾഡ് കപ്പ് നടക്കുന്ന ദോഹ ആസ്പയർ സോണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ തൊട്ടു മുമ്പ് കഴിഞ്ഞ മത്സരം ഖത്തറും ബൊളീവിയയും തമ്മിലുള്ളായിരുന്നു. ഈ മത്സരം സമനിലയിൽ പിരിഞ്ഞു. തുടർച്ചയായ 2ാം മത്സരത്തിലാണ് ഖത്തർ സമനിലയിൽ പിരിയുന്നത്. ഇതോടുകൂടി തന്നെ ഖത്തറിൻ്റെ ഈ ടൂർണമെൻറ്റിലെ ഭാവി എന്നുള്ളത് അടുത്ത മത്സരത്തെ കൂടി ആശ്രയിച്ചിരിക്കും. അടുത്ത മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. ഏറ്റവും മികച്ച 3ാം സ്ഥാനക്കാർക്ക് കൂടി ഈ ടൂർണമെൻറ്റിൽ 12 ഗ്രൂപ്പുകളുണ്ട്. അതിൽ 8 ഗ്രൂപ്പുകളിൽ നിന്നുള്ള മികച്ച 3ാം സ്ഥാനക്കാർ കൂടി അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ പ്രതീക്ഷകൾ ഇനിയും അസ്തമിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഈ മത്സരം സമനിലയായി എങ്കിൽ പോലും ഖത്തർ മികച്ച പ്രകടനമാണെന്ന് പുറത്തെടുത്തത്. പല അടികളും പല ഷോട്ടുകളും ക്രോസ് ബാറിലേക്ക് തട്ടി പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. പതിവ് പോലെ നിറയെ കാണികളാണ് ആതിഥേയരുടെ മത്സരം കാണാനായി ഇവിടെ തടിച്ചുകൂടിയിരുന്നത്. അതുപോലെ ഇന്നത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് മൊറോക്കോ ന്യൂ കലഡോണിയക്കെതിരെ നേടിയ ഒരു ഗംഭീര വിജയമാണ്. ഒരുപക്ഷെ അണ്ടർ 17 ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്ന്. എതിരില്ലാത്ത 16 ഗോളിനാണ് ഈ മൊറോക്കോ ന്യൂ കലഡോണിയെ തോൽപ്പിച്ചത്. അതുപോലെ തന്നെ കരുത്തരായ അർജന്റീന 7 ഗോളിന് ഫിജിയെ തോൽപ്പിച്ചു. അതുപോലെ കരുത്തരായ ഇറ്റലി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വിജയം കണ്ടു. ഇതാണ് പ്രാഥമിക റൗണ്ടിൻ്റെ 3ാം ഘട്ടം പുരോഗമിക്കുന്ന വേളയിൽ നമുക്ക് ദോഹയിൽ ആസ്പയർ സോണിൽ നിന്ന് അണ്ടർ 17യുമായി ബന്ധപ്പെട്ട നൽകാനുള്ള അപ്ഡേറ്റ്. ദിവ്യ. ശരി, അണ്ടർ 17 ലോകകപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അബ്ബാസ്. സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ സ്കൂൾ പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തി. കിഴക്കൻ പ്രവിശ്യ, മക്ക, അബഹ പ്രവിശ്യകളിലെ സ്കൂളുകൾ ഇന്നു മുതൽ ശൈത്യകാല പ്രവൃത്തി സമയത്തിലേക്ക് മാറി. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂളുകൾക്കാണ് മാറ്റം.
സൗദിയിൽ ശൈത്യത്തിന് തുടക്കമായതോടെ സ്കൂൾ പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തി വിദ്യാഭ്യാസ മന്ത്രാലയം. കിഴക്കൻ സൗദി, മക്ക, അബഹ, തബൂക്ക് പ്രവിശ്യകളിൽ സമയമാറ്റം ഇന്നു മുതൽ പ്രാബല്യത്തിലായി. കിഴക്കൻ പ്രവിശ്യയിലെ പൊതുവിദ്യാലയങ്ങൾ രാവിലെ 7 മണിക്ക് ആരംഭിക്കും. തബൂക്കിലെ സ്കൂളുകൾ രാവിലെ 7:45-നും, ജിദ്ദ അടങ്ങുന്ന മക്ക പ്രവിശ്യയിലെ സ്കൂളുകൾ 7:15-നും, അൽബഹ പ്രവിശ്യയിലെ സറാത്ത് മേഖലയിലെ സ്കൂളുകൾ 7:15-നും, തിഹാമ മേഖലയിലെ സ്കൂളുകൾ 6:45-നും ആരംഭിക്കും. പ്രഭാത അസംബ്ലിയോടുകൂടിയാണ് സ്കൂളുകൾ തുടങ്ങുക. തുടർ വിദ്യാഭ്യാസ സ്കൂളുകളിലെ ക്ലാസുകൾ വൈകിട്ട് 3-നും 5-നും ഇടയിലായും നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ സ്കൂളുകൾക്ക് സമയക്രമത്തിൽ മാറ്റമില്ല. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമ്മാം. സൗദിയിലെ ത്വായിഫിലെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളി സന്ദർശിച്ച കേന്ദ്ര പാർലമെന്ററികാര്യ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു. റോഡ് ഗാർഡനും സന്ദർശിച്ച മന്ത്രി ത്വായിഫ് മേയറുമായി കൂടിക്കാഴ്ച നടത്തി. ഹജ്ജ് കരാർ ഒപ്പുവയ്ക്കാനായി ജിദ്ദയിലെത്തിയതായിരുന്നു മന്ത്രി. മുഹമ്മദ് നബിയുടെ പിതൃവ്യപുത്രനും ഇസ്ലാമിക പണ്ഡിതന്മാരിൽ പ്രമുഖനുമായിരുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ത്വായിഫിലെ പ്രമുഖമായ ഈ പള്ളി. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥാനവും നിലകൊള്ളുന്നത്. ഇവിടെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു എത്തിയത്. ത്വായിഫിലെ റോസ് ഗാർഡനിൽ ത്വായിഫ് മേയർ എഞ്ചിനീയർ അബ്ദുള്ള ബിൻ ഖമീസ് അൽ സെയ്ദിയുമായും അദ്ദേഹം സംസാരിച്ചു. മേഖലയിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മതകാര്യ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്ന സൗദി അറേബ്യ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന മന്ത്രിമാർക്കായി സൗദിയിലെ ചരിത്ര പ്രദേശങ്ങളിലേക്ക് സന്ദർശനത്തിന് അവസരമൊരുക്കാറുണ്ട്. നേരത്തെയും കേന്ദ്രമന്ത്രിമാർ മക്ക, മദീന പ്രവിശ്യകളിൽ സമാന രീതിയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ഹജ്ജ് കരാർ ഒപ്പുവെക്കാനായാണ് കേന്ദ്രമന്ത്രി സൗദിയിലെത്തിയത്. മീഡിയ 1, ത്വായിഫ്. കുവൈറ്റിൽ അടുത്ത ദിവസങ്ങളിൽ അസ്ഥിരമായ കാലാവസ്ഥ അനുഭവപ്പെടാനിടയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അൽ അഹ്മർ സ്ട്രൈക്ക് എന്നറിയപ്പെടുന്ന കാലാവസ്ഥ നവംബർ 11 മുതൽ ആരംഭിക്കും. ശക്തമായ കാറ്റ്, തിരമാല, ഇടിമിന്നൽ, താപനിലയിൽ ശ്രദ്ധേയമായ കുറവ് തുടങ്ങിയവയാണ് സീസണിന്റെ പ്രധാന പ്രത്യേകതകൾ. ഡിസംബർ 20-ന് ശീതകാലം ആരംഭിക്കുന്നതുവരെ ഈ സ്ഥിതി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മൂടൽമഞ്ഞ് മൂലം കുവൈറ്റ് വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. രാവിലെ കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെട്ട കുവൈറ്റ് എയർവേസ് വിമാനം ഇറാഖിലെ ബസ്രയിലേക്ക് തിരിച്ചുവിട്ടു. മൂടൽമഞ്ഞ് കാരണം ചില വിമാനങ്ങൾ താൽക്കാലികമായി വഴിതിരിച്ചുവിട്ടതായി അധികാരികൾ അറിയിച്ചു. ഉച്ചയോടെ കാലാവസ്ഥ മെച്ചപ്പെട്ടതോടെ ലാൻഡിംഗ്, ടേക്ക് ഓഫ് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ഇനി കേരളത്തിലെ ഫുട്ബോൾ പിരാന്തിനെ കുറിച്ച് ആർത്തിയോടെ സംസാരിക്കുന്ന 2 പോർച്ചുഗീസ് ആരാധകരുടെ കഥ കാണാം. ദോഹയിൽ നടക്കുന്ന അണ്ടർ-17 ലോകകപ്പിൽ കളി കാണാനെത്തിയതാണ് 2 പേരും. ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ് ദേശത്തിന്റെ അതിരുകൾ മായ്ച്ചു കളയുന്നത് എന്ന് ഇവർ നമ്മെ ഓർമ്മിപ്പിക്കും. ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആസ്പയർ സോണിലെ ആരവങ്ങൾക്കിടയിൽ നിന്നാണ് പോർച്ചുഗീസ് ആരാധകരായ എലിസബത്ത് റൈസിനെയും അന്നയെയും കണ്ടുകിട്ടിയത്. പോർച്ചുഗലിൻ്റെ പതാക കയ്യിലേന്തിയിട്ടുണ്ട്. സ്വന്തം ടീമിൻ്റെ കളി കണ്ടു വരുന്ന വഴിയാണ്. ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഇരുവരും നിർത്താതെ സംസാരം. So many fans from India, they were amazing. We had a huge group of fans from India that supported Portugal. They joined us in all the games, all celebrations, and it was amazing. So we really have a huge love for our fans from India. കേരളത്തിലെ പോർച്ചുഗൽ ആരാധകർ കോഴിക്കോട്ടെ പുള്ളാവൂർ പുഴയിൽ ക്രിസ്ത്യാനോയുടെ കട്ടൗട്ട് വെച്ചതൊക്കെ കക്ഷികൾ അറിഞ്ഞിട്ടുണ്ട്. I saw actually a statue of Cristiano Ronaldo in Kerala. I was amazed. I saw it. We all saw it. It was a huge statue, very tall. We remember that very well. And our fans from India here, and which are nowadays good friends of us, they shared a lot of videos from Kerala. It was really an exciting time. ക്രിസ്ത്യാനയെ കുറിച്ച് ഇങ്ങനെ ചറപറാന്ന് പറയുമ്പോൾ മെസ്സിയെ കുറിച്ച് ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാ? മെസ്സി എങ്ങനെയെന്നൊരു ചോദ്യം അറിഞ്ഞു. What about Messi? He's a great player. He's a great player. I think both are amazing players. But of course, my favorite player is Cristiano Ronaldo. Of course. Our country then. Forza Portugal! അണ്ടർ 17 വേൾഡ് കപ്പ് നടക്കുന്ന ആസ്പയർ സോണിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.
ബസ്, മെട്രോ, ടാക്സി തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശവുമായി സൗദി. മാറുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് മുന്നറിയിപ്പ്. പൊതു ആരോഗ്യവും യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. റിയാദ് പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടേതാണ് തീരുമാനം. ഒമാനിലെ ചൂട് കാലാവസ്ഥ മാറി തുടങ്ങിയതോടെ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചു. ടൂറിസ്റ്റുകളുമായുള്ള ഈ വർഷത്തെ ആദ്യ ക്രൂയിസ് കപ്പൽ മസ്കറ്റിലെ മത്ര ഖാബൂസ് പോർട്ടിൽ നങ്കൂരമിട്ടു. കൂടുതൽ ക്രൂയിസ് കപ്പലുകൾ വരും ദിവസങ്ങളിൽ ഒമാൻ തീരത്തേക്ക് എത്തും. ജർമ്മൻ കമ്പനിയായ TUI ഓപ്പറേറ്റ് ചെയ്യുന്ന മെറിൻ ഷിപ്പ് 4 എന്ന ക്രൂസ് കപ്പലാണ് മത്രയിലെ സുൽത്താൻ ഖാബൂസ് പോർട്ടിലെത്തിയത്. ഇതോടെ മാസങ്ങളായി ആളും ആരവും ഒഴിഞ്ഞ മത്രാസുക്കിന് ഉത്സവച്ചായ കൈവന്നു. 2386 ടൂറിസ്റ്റുകളുമായാണ് മെറിൻ ഷിപ്പ് കപ്പലിൻ്റെ ലോകസഞ്ചാരം. മത്ര കോർണിഷിലെയും പരിസര പ്രദേശങ്ങളിലെയും മനോഹരമായ പ്രകൃതി ആസ്വദിച്ച് സഞ്ചാരികൾ നടന്നു. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒമാനിലേക്ക് വിനോദസഞ്ചാരികളുടെ കപ്പലെത്തുന്നത്. മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം കപ്പലുകളുടെ വരവിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. കപ്പലുകൾ എത്തുമെന്ന് പറഞ്ഞ് അറിയിച്ച ദിവസങ്ങളിൽ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചതും വ്യാപാരികളിൽ നിരാശയുണ്ടാക്കിയിരുന്നു. അതേസമയം ആദ്യ കപ്പലിനെ ഏറെ പ്രതീക്ഷയോടെയാണ് വ്യാപാരികൾ വരവേറ്റത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകളിലായി ഏറെ സഞ്ചാരികൾ എത്തുന്നതോടെ വിപണി ഉയരുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് മെറിൻ ഷിപ്പിൽ ഉണ്ടായിരുന്നത്. മീഡിയ 1 മസ്കത്ത്. ഖത്തറിൽ ക്രൂയിസ് കപ്പൽ സീസണിന് തുടക്കമായി. സീസണിന് തുടക്കം കുറിച്ച ആഡംബര കപ്പലായ MSC യൂറിബിയയെ ദോഹ ഓൾഡ് പോർട്ടിൽ സ്വാഗതം ചെയ്തു. 5000 യാത്രക്കാരെയും 1676 ജീവനക്കാരെയും വഹിച്ചാണ് കപ്പൽ ദോഹയിലെത്തിയത്. 2026 മെയ് വരെ നീണ്ടു നിൽക്കുന്ന ക്രൂയിസ് സീസണിൽ 70-ലധികം ക്രൂയിസ് കപ്പലുകൾ നങ്കൂരമിടുമെന്ന് അധികൃതർ അറിയിച്ചു. 2025 ആദ്യ 9 മാസങ്ങളിൽ ഇൻസ്റ്റന്റ് പേയ്മെന്റ് സേവനം വഴി നടന്നത് 6 ബില്യൺ കുവൈറ്റ് ദിനാർ മൂല്യമുള്ള ഇടപാടുകൾ. സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഈ കാലയളവിൽ 80,200 ഇടപാടുകളാണ് നടന്നത്. ഓരോ ഇടപാടിനും ശരാശരി 76 ദിനാർ മൂല്യമുണ്ടായിരുന്നു. വർഷത്തിന്റെ ആദ്യപാദത്തിൽ 47% വളർച്ചയാണ് രേഖപ്പെടുത്തിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുവൈറ്റ് സന്ദർശന ഭാഗമായി ഗൾഫ് മാധ്യമം തയ്യാറാക്കിയ മലയാള ഭാഷതൻ പ്രത്യേക പതിപ്പ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. മൻസൂരിയ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലായിരുന്നു പ്രകാശനം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, MA യൂസുഫ് അലി, ഗൾഫ് മാധ്യമം കുവൈറ്റ് പ്രതിനിധികളായ അസലാം, CK നജീബ്, വ്യാപാര സംഘടനാ രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. UAE-യിൽ വീട്ടുജോലിക്കാരെ ലക്ഷ്യമിട്ട് വീഡിയോ കോളുമായി തട്ടിപ്പ് സംഘങ്ങൾ. സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥരായി വേഷം മാറിയാണ് കോളുകൾ ചെയ്യുന്നതെന്ന് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. വർദ്ധിച്ചു വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന താൻ എഴുതാത്ത പുസ്തകം തന്റെ ആത്മകഥയെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അപമാനിക്കാനാണെന്ന് EP ജയരാജൻ. പുസ്തകത്തിൽ താൻ എഴുതാത്ത കാര്യങ്ങളാണ് വിവാദമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇതാണ് എന്റെ ജീവിതം എന്ന ആത്മകഥയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. എന്നെ ആക്ഷേപിക്കുക കട്ടൻ ചായയും പരിപ്പോടയും എന്ന് പറഞ്ഞ് ടൈറ്റിൽ കൊടുത്തുകൊണ്ടൊരു പുസ്തകം ഇവിടെ വന്നില്ലേ? എത്രമാത്രം അപമാനകരമായ സംഭവമായിരുന്നു അത്. ഞങ്ങളൊക്കെ ക്ഷമിച്ച് ക്ഷമയുടെ അവസാന ഘട്ടം വരെ പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്നെ പരിഹസിക്കാൻ വേണ്ടി അന്ന് മാധ്യമക്കാരുണ്ടാക്കിയതാണത്. മകന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വാർത്തയായ കാര്യങ്ങളൊന്നും പുസ്തകത്തിലില്ലെന്നും ജയരാജൻ പറഞ്ഞു. പുസ്തകം വായിച്ചവർക്ക് അത് ബോധ്യമായിട്ടുണ്ട്. എൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പോയി അങ്ങനെ വാക്കോ ഒന്നുമില്ലതിൽ കൂട്ടിച്ചേർത്ത് എഴുതുകയാണ്. അതിൽ വന്നിരിക്കുന്ന വാർത്തകളൊന്നും ഈ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കും. ആ പുസ്തകത്തിലുള്ളതല്ല കൊടുത്തത്. ഈ പറഞ്ഞതൊന്നും അതിലില്ല. എഴുത്തു തുടരുമെന്നും ആത്മകഥയുടെ ബാക്കി എഴുതി വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ഗൾഫിലെ ആദ്യ വിൽപ്പനാ ചടങ്ങും ഷാർജയിൽ നടന്നു. അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ റൈറ്റേഴ്സ് ഫോറം ഹാളിൽ നടന്ന ചടങ്ങിൽ CPM നേതാവ് P. സരിൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മീഡിയ 1 ഷാർജ. എഡ്യൂക്കേഷൻ യുണൈറ്റ്സ് വേൾഡിന്റെ ഗ്ലോബൽ സ്കൂൾ റാങ്കിങ്ങിൽ മികച്ച നേട്ടം കൈവരിച്ച പൊദാർ പേൾ സ്കൂൾ. ഖത്തറിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ സ്കൂളായാണ് പൊദാർ പേൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. പഠന സൗകര്യങ്ങളും നിലവാരവും പരിഗണിച്ചാണ് അംഗീകാരം. എഡ്യൂക്കേഷൻ വേൾഡ് ഇന്ത്യ സ്കൂൾ റാങ്കിങ്ങിൽ തുടർച്ചയായ 2ാം വർഷമാണ് പൊദാർ പേൾ സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. ഒക്ടോബർ മധ്യത്തിൽ ന്യൂഡൽഹിയിലെ പുൾമാൻ എയറോസിറ്റി ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രസിഡന്റ് C. മുഹമ്മദ് നിസാറും
പ്രിൻസിപ്പൽ ഡോക്ടർ മനീഷ് മംഗലും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 4000-ലേറെ ഇന്ത്യൻ സ്കൂളുകളിൽ സർവേ നടത്തിയാണ് എഡ്യൂക്കേഷൻ വേൾഡ് റാങ്കിംഗ് തയ്യാറാക്കിയത്. ഓരോരുത്തരും ഒരു ഇൻഡിവിജ്വൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. എവിടെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മുന്നോട്ട് പോകുന്നത്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല. അതൊക്കെ നമ്മൾ വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും കഠിന പ്രയത്നവും വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവുമാണ് അംഗീകാരത്തിന് അർഹമാക്കിയതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ മനീഷ് മംഗൾ പറഞ്ഞു. We have gained a lot of popularity in terms of being ranked number 1 school consecutively for 2 years by Education World Global School Ranking. This award shows our commitment to provide quality education in Doha, Qatar. We are doing lots of activity-based teaching over here, which is imparting to a knowledge where the children are gaining. പഠന നിലവാരം, അന്താരാഷ്ട്ര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ആധുനിക അധ്യാപന രീതികൾ, വിദ്യാർത്ഥി ക്ഷേമം തുടങ്ങിയവയാണ് പുരസ്കാര നിർണയത്തിൽ പരിഗണിക്കപ്പെട്ടത്. മീഡിയ 1 ദോഹ. കടൽ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രകൾ പ്രവാസികൾക്കും ഹരമാണ്. പുതുതായി ആരംഭിച്ച ബഹ്റൈൻ ഖത്തർ ഫെറി സർവീസാണിപ്പോൾ യാത്രാപ്രേമികളുടെ ഇടയിലെ പുതിയ ചർച്ച. ഇപ്പോഴിതാ സമുദ്രപാതയിലൂടെ ആദ്യമായി യാത്ര ചെയ്യാൻ സാധിച്ച ഇന്ത്യക്കാരായി 2 മലയാളികൾ മാറിയിരിക്കുന്നു. ഡെസേർട്ട് ട്രാവലിൽ അവരുടെ യാത്രാവിശേഷങ്ങൾ കാണാം. ഖത്തറിനെയും ബഹ്റൈനെയും ബന്ധിപ്പിച്ച് ആരംഭിച്ച ആദ്യത്തെ ഫെറി സർവീസിൽ ആദ്യ യാത്രികരായ ഇന്ത്യക്കാരായി മാറിയിരിക്കുകയാണ് ഹാരിസും ജാസിമും. ഖത്തറിൽ നിന്ന് ബഹ്റൈനിലെത്തിയ അവരാണ് ഇപ്പോൾ കൂടെയുള്ളത്. നമുക്ക് അവരോട് യാത്രയുടെ വിശേഷങ്ങൾ ചോദിക്കാം. ഈ യാത്രയുടെ ഒരു ത്രില്ലിലാണുള്ളത്. അതെ, തീർച്ചയായിട്ടും യാത്ര വളരെ അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ട് നമുക്ക് കയറാൻ പറ്റിയതും ഇവിടെ എത്താൻ പറ്റിയതിൻ്റെയും അതിൻ്റെ ത്രില്ലിലാണ് ഞങ്ങളുള്ളത്. എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോസസ്സൊക്കെ? നമുക്ക് മൾട്ടി എൻട്രി, ബഹ്റൈൻ മൾട്ടി എൻട്രി ഇന്നലെ ഞങ്ങളിവിടെ വന്നപ്പോൾ നമുക്ക് മൾട്ടി എൻട്രി ഉണ്ടായതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തപ്പോൾ മസ ആപ്പിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. റുവൈ സ്പോട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നുള്ളത്. ഞങ്ങൾ സാധാ പോലെ തന്നെ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു. അതായത് പാസ്പോർട്ട്, ID, വിസ കാണിച്ചു കൊടുത്തു. ഇമിഗ്രേഷൻ പോലെ തന്നെ എല്ലാം ചെയ്ത് ബോട്ടിലേക്ക് കയറ്റി ചെയ്തു. പിന്നെ നല്ല കാഴ്ചകളായിരുന്നു പോയപ്പോൾ. ഒരുപാട് സന്തോഷമായിരുന്നു. അങ്ങനെ 10 മിനിറ്റോളം അടുത്ത് അടിപൊളി മനോഹരമായ യാത്രയായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ സാദാ മറീനിൽ ഇറങ്ങി. അപ്പോൾ ലാൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വിശദാംശങ്ങളെല്ലാം പറയാം. എങ്ങനെയാണ് ഫസ്റ്റ് മുതൽ? നമ്മൾ ആക്ച്വലി ഒരു ട്രാവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹ്റൈനിൽ ഇറങ്ങി. മിനിഞ്ഞാന്ന് ബഹ്റൈനിൽ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഖത്തറിലേക്ക് എത്തി. നൈറ്റാണ് നമ്മൾ ടിക്കറ്റ് നോക്കിയപ്പോൾ ഓപ്പൺ ആയത് കണ്ടപ്പോൾ ഞങ്ങൾ നാഷണാലിറ്റി നോക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളത് ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് വിസ മൾട്ടി എൻട്രി കൊടുത്തു. ഞങ്ങൾ നാട്ടിൽ മലപ്പുറം മങ്കട കടന്നവണ്ണ കരിമ്പനംകുണ്ട് എന്നുള്ള സ്ഥലത്താണ്. കടന്നവണ്ണം കുറച്ച് ഉള്ളിൽ പോകണം. ഞങ്ങൾ അയൽവാസികളാണ്, ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ്. അപ്പോൾ ഒരുമിച്ചാണ് അധികം യാത്രകൾ ചെയ്യാറ്. ഞങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. അതിലാണ് ഞങ്ങൾ യാത്രാ വീഡിയോസും മറ്റ് വീഡിയോസും കാര്യങ്ങളും ഇടാറ്. ഇതേപോലെ ഡ്രസ് കോഡ് സെയിം കളറിൽ ഒരു പാറ്റേണിൽ ഒക്കെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു രീതി. യാത്ര ഇവിടെ വന്ന തലേ ദിവസം പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി എന്നോണമാണ് ഞങ്ങളെ ഈ ബഹ്റൈൻ ട്രിപ്പ് ഉണ്ടായത്. ഫെറിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയതും അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ്. വളരെ മനോഹരമായ യാത്രയായിരുന്നു. ഇവിടെ സാദാ മറീനിൽ ഇന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ തിരിച്ച് ഖത്തറിലേക്ക് പോവുകയും ചെയ്യണം. പിന്നെ ഇതിനു വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാൽ. കാരണം ഉറക്കവും കുറേ യാത്ര ഇങ്ങനെ കറങ്ങിപ്പോയി. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഇതിന് തയ്യാറായത്. റിസ്ക് എടുത്തതിൻ്റെ ഫലമാണ് കിട്ടിയതെന്ന് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ആർക്കും ഓപ്പൺ ആവാൻ പറ്റാത്ത കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഹാപ്പി. എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഉഷാറാട്ടെ. വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് സമുദ്രപാതയിലൂടെ യാത്ര ചെയ്ത് അതിൻ്റെ ഒരു ത്രില്ലിലാണ് രണ്ടുപേരും ഖത്തറിലേക്ക് മടങ്ങുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ലോക സാഹിത്യത്തിന്റെ മഹാമേളകളിലൊന്നായ 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ലൈബ്രറികൾക്ക് 45 ലക്ഷം ദിർഹം ഗ്രാന്റ് അനുവദിച്ച ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി. മേളയിൽ ഏറ്റവും പുതിയ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ഗ്രാന്റ്. ഈ വർഷത്തെ മേളയിൽ 118 രാജ്യങ്ങളിൽ നിന്നുള്ള 2350 പ്രസാധകരാണ് ഒരുമിക്കുന്നത്.
പകൽ കിനാവുകൾ എന്ന പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. ലേബർ ക്യാമ്പിലും തോട്ടങ്ങളിലും ജയിലിലും കഴിയുന്ന അറിയപ്പെടാതെ പോയ പ്രവാസികളുടെ കഥകളാണ് ഈ പുസ്തകം. പേര് മുനവർ വളാഞ്ചേരി. എൻ്റെ 8ാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഷാർജ ബുക്കുകൾ വെച്ചിട്ട് പ്രകാശനം ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കഥാസമാഹാരങ്ങളാണ്. ആദ്യമായിട്ടാണ് മാതൃഭൂമി എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതെന്നെ സംബന്ധിച്ചുള്ള വലിയൊരു അംഗീകാരമാണ്. UAE ലേബർ ക്യാമ്പുകൾ, ജയിലുകൾ, അതുപോലെ തന്നെ ആശുപത്രികൾ, അതുപോലെ വളരെയധികം ഉള്ളോട്ട് പോയിട്ടുള്ള തോട്ടങ്ങൾ, ഇവിടെയൊക്കെ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ കണ്ട ഒരുപാട് ജീവിതങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിനുള്ളിലുള്ള താമസം, നല്ല വലിയ റോഡ്, ഒരുപാട് വലിയ കെട്ടിടങ്ങൾ, അങ്ങനെയൊക്കെയാണ്. കാരണം പ്രവാസി നാട്ടിൽ പോകുമ്പോൾ അങ്ങനെയാണ്, വലിയ സന്തോഷത്തിനും വലിയ പെട്ടിയിലും പെർഫ്യൂമും ഒക്കെ ഉപയോഗിച്ചുള്ള പോവുക. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ഉള്ളറകളിൽ, ഇവിടുത്തെ ജയിലുകളിൽ, ഇവിടുത്തെ ലേബർ ക്യാമ്പുകളിൽ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവരൊക്കെ ചില ആളുകളൊക്കെ 3 വർഷം കൂടുമ്പോഴാണ് പിന്നെ നാട്ടിൽ പോലെ. അപ്പോൾ അവർ എന്നാണോ നാട്ടിൽ നിന്ന് വന്ന് അന്ന് ദുബായ് എയർപോർട്ടിൽ ഇറങ്ങും. എന്നിട്ട് അവരെ ലേബർ ക്യാമ്പൊക്കെ പോകും, അല്ലെങ്കിൽ അവരുടെ തോട്ടത്തേക്ക് പോകും. പിന്നെ തിരിച്ച് 3 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും ടൗൺ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് മറ്റുള്ള ആൾക്കാരുടെ ഒരുപാട് ജീവിതങ്ങളാണ് എൻ്റെ ഈ പകൽ കിനാവുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ളത്. ഇടതുമുന്നണിയെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്ന് CPM നേതാവ് EP ജയരാജൻ. എല്ലാവർക്കും സഹായങ്ങൾ നൽകി കേരളത്തെ ധന്യമാക്കും. എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞു. അത് പ്രകടമായി തന്നെ കാണാനാകും. മുഖ്യമന്ത്രി ആര് എന്നത് അപ്പോൾ ചർച്ച ചെയ്താൽ പോരെ എന്നും ജയരാജൻ പ്രതികരിച്ചു. ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇടതുപക്ഷം വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് വരണം എന്ന് കേരളത്തിലെ ജനത തീരുമാനിച്ചു കഴിഞ്ഞു. ആ പ്രതികരണം ഇന്ന് കേരളം ഉടനീളം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പുതിയ കേരളം സൃഷ്ടിക്കുകയാണ്. പരിശോധിച്ച് എല്ലാവർക്കും സഹായങ്ങൾ, സംരക്ഷണം നൽകി കേരളത്തെ ധന്യമാക്കും. ഇന്ത്യൻ പ്രവാസികൾക്കായി സൗദിയിലെ പ്രധാന പ്രവിശ്യകളിൽ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ജിദ്ദ കേരള പൗരാവലി സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികളുടെ ആശങ്കകൾ അകറ്റാനായി സംഘടിപ്പിച്ച ചർച്ചാ സംഗമത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും വിവിധ സംഘടനാ പ്രതിനിധികളും സംബന്ധിച്ചു. വോട്ടവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ത്യൻ ബഹുസ്വര സമൂഹത്തിൽ അതിനുള്ള പ്രസക്തിയെക്കുറിച്ചും മാധ്യമപ്രവർത്തകൻ AM സജിത്ത് സംസാരിച്ചു. അനാവശ്യ ആശങ്കകൾ മാറ്റിവെച്ച് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുവാനാണ് ഈ സമയം ശ്രദ്ധിക്കേണ്ടതെന്ന് SIR-ഉം പ്രവാസികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി ആവശ്യപ്പെട്ടു. 27 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. 85,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നുണ്ട്. തിരിച്ചറിയൽ കാർഡുകളടക്കം ആവശ്യമായ ഔദ്യോഗിക രേഖകൾ ലഭ്യമാക്കാനും പുതുക്കാനും പ്രവാസികൾ ഏറെ പ്രയാസം അനുഭവിക്കുന്നു. ഇത് ലഘൂകരിക്കാൻ സൗദിയുടെ പ്രധാന പ്രവിശ്യകളിൽ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് പൗരാവലി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നടന്നുവരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും ആശങ്കകൾ പങ്കുവെക്കുന്നതിനുമായി സംഘടിപ്പിച്ച ചർച്ചാ സംഗമത്തിലാണ് ഇതു സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. ഡോക്ടർ ഇന്ദു ചന്ദ്രശേഖർ പ്രമേയം അവതരിപ്പിച്ചു. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ത്യൻ ബഹുസ്വര സമൂഹത്തിൽ അതിനുള്ള പ്രസക്തിയെക്കുറിച്ചും മാധ്യമപ്രവർത്തകൻ AM സജിത്ത് സംസാരിച്ചു. അനാവശ്യ ആശങ്കകൾ മാറ്റിവെച്ച് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുവാനാണ് ഈ സമയം ശ്രമിക്കേണ്ടതെന്ന് SIR-ഉം പ്രവാസികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി പ്രവാസികളോട് ആവശ്യപ്പെട്ടു. ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും വിവിധ സംഘടനാ പ്രതിനിധികളും ചർച്ചാ സംഗമത്തിന്റെ ഭാഗമായി. ജലീൽ കണ്ണമംഗലം ചർച്ച നിയന്ത്രിച്ചു. കൺവീനർ വേണുഗോപാൽ അന്തിക്കാട്, മൻസൂർ വയനാട്, ഷെരീഫ് അറക്കൽ തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ബഹ്റൈനിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ നിയമനിർമ്മാണം പാർലമെന്റ് ചൊവ്വാഴ്ച ചർച്ച ചെയ്യും. ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് 1 ലക്ഷം ബഹ്റൈൻ ദിനാർ വരെ പിഴയും 1 വർഷം വരെ തടവും ശിക്ഷയായി ലഭിക്കാവുന്ന കർശന വ്യവസ്ഥകളാണ് കരട് നിയമത്തിലുള്ളത്. നഴ്സറികൾ, സ്കൂളുകൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് കർശനമായ പുതിയ വ്യവസ്ഥകൾ നൽകുന്നതാണ് നിയമം. നിർദ്ദേശപ്രകാരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് എല്ലാ സുരക്ഷാ, ആരോഗ്യ, അക്കാദമിക് മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണം. ബഹ്റൈനിലെ മനാമ ഗവർണറേറ്റിൽ പുതിയ ഷീഷ കഫേകൾക്ക് ലൈസൻസ് നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ ഇടപെടണമെന്ന് MP-മാരുടെ ആവശ്യം.
പുതിയ കഫേ ലൈസൻസുകൾ നൽകുന്നത് നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. നിർദ്ദേശം താമസക്കാരുടെ ആരോഗ്യവും ജീവിത നിലവാരവും സംരക്ഷിക്കാനുമാണെന്ന് എംപിമാർ പറഞ്ഞു. ഷീബ കഫേകളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു.